അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, മമ്പ്രം സയ്യിദ് അലവി തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് മമ്പ്രം തങ്ങളുടെ ലോകം എന്ന ശീർഷകത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന സെമിനാറിൻ്റെ അവസാന തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട 3 പ്രസൻറ്റേഷനുകളാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ അവതരണങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും അതിൻ്റെ വളരെ അതോറിറ്റിയോടുകൂടെ തന്നെ, ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ വിഷയം അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ടവരാണ് ഈ മേഖലയിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷാറ്, കളിയാട്ടക്കാവും മമ്പ്രം തങ്ങളും മമ്പ്രം മക്കാമും തമ്മിലുള്ള ആ ഒരു ചരിത്ര ബന്ധത്തിൻ്റെ, അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും വർത്തമാനവും പുതിയ കാലത്തെ വിഹുലതകളും വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഠന വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവിടെ ഇന്ന് കണ്ടുകിട്ടിയ ഇത്തരം കഥകൾ പറയുന്ന തോറ്റങ്ങളെക്കുറിച്ച്, പാടുതനകളെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ച് അത് പാടിക്കൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഉള്ളറകളിലെ മിത്തുകളെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവർക്കിടയിൽ നിലനിന്നിരുന്ന ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇതുപോലെയുള്ള ധാരാളം പാട്ടുകൾ ഏറനാടിൻ്റെ, വള്ളുവനാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതുപോലെ പെരിന്തൽമണ്ണ ഭാഗത്തും അവിടെ ഒരു ക്ഷേത്രത്തിൽ അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും അവർക്കിടയിൽ ഇതുപോലെയുള്ള പാട്ടുകൾ, മമ്പ്രം തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പാട്ടുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും മമ്പ്രം തങ്ങളെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ചരിത്രത്തിലെ മമ്പ്രം തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ ഏറനാടിൻ്റെയും അല്ലെങ്കിൽ വള്ളുവനാടിൻ്റെയും ഒക്കെ ഉൾപ്രദേശങ്ങളിൽ മമ്പ്രം തങ്ങൾ ഇപ്പോഴും ലൈവായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ മുഹറം മാസം വരുമ്പോൾ നമുക്ക് ബോധ്യമാവാറുണ്ട്. കാരണം ഓരോ പ്രദേശങ്ങളിൽ മമ്പ്രം തങ്ങളുടെ സ്മരണകൾ ഉണർത്തുന്ന ഉറൂസുകളായിട്ട്, അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുകൾ മുൻനിർത്തിയുള്ള ഓർമ്മകളായിട്ട്, അനുസ്മരണങ്ങളായിട്ട് ഈ മാസം മമ്പ്രം തങ്ങൾ ലൈവാണ് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഏറനാട്, വള്ളുവനാടിൻ്റെ പ്രദേശങ്ങളിൽ. അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇവിടുത്തെ മതജാതി വിഭാഗങ്ങൾക്കപ്പുറം എല്ലാവർക്കും ഇടയിൽ മമ്പ്രം തങ്ങൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അത്തരം പാട്ടുകളിൽ പല നിലക്കുള്ള ആഖ്യാനങ്ങളുണ്ടായിരിക്കും. അത് മിത്തുകളായിരിക്കും പല ഭാഗങ്ങൾ, പലതും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പിണഞ്ഞു കിടക്കുന്നതായിരിക്കും. അതിൻ്റെ യാഥാർത്ഥ്യം, അതിലൊക്കെ അപ്പുറം അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു സഹവർത്തിത്വത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ആത്മാവ് അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മമ്പ്രം തങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു വലിയൊരു തലം തന്നെ ശിവദാസൻ സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വളരെ ശ്രദ്ധേയമായിട്ട് അതിൽ നമുക്ക് തോന്നിയത് 1921 ബ്രിട്ടീഷുകാർ ഈ ഒരു സമരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വളരെ രഹസ്യമായിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു സിനിമ, ആ സിനിമയിൽ പോലും 1921 വാര്യംകുന്നത്തും ആലി മുസ്ലിയാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലും മറ്റുള്ള ഭാഗങ്ങളിലുമൊക്കെ ഈ ഒരു ഹിന്ദു മുസ്ലിം പരസ്പരമുള്ള കലാപമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു സിനിമ, ആ സിനിമയ്ക്ക് അതിൻ്റെ ഷൂട്ടിംഗ് കേന്ദ്രം പോലും അവർ തിരഞ്ഞെടുക്കുന്നത്, പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് അവർ കാണുന്നത് അത് മമ്പുറത്തെയാണ്. കാരണം ആ ഒരു സമരത്തിൻ്റെ 1921 ഹിസ്റ്ററിയും ഒരുപക്ഷെ അതിൻ്റെ ഒരു ആരംഭം മഹാനായ ആലി മുസ്ലിയാർ ഈ ഭൂമിയിലൂടെ മമ്പ്രം വന്ന് സിയാറത്ത് ചെയ്തു പോകുന്ന ഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ അതിനെ തടയാൻ വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തലങ്ങളിലേക്ക്, ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതും. മൂന്നാമതായിട്ട് വളരെ മനോഹരമായിട്ട് സുഹൃത്ത് മുസ്തഫ ഊജമ്പാടി ഹുദവി അദ്ദേഹത്തിൻ്റെ സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മലയാളത്തിൽ മമ്പ്രം സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളെക്കുറിച്ച് ഇത്രമാത്രം സമ്പന്ന
സമ്പന്നമായിട്ടുള്ള ഒരു കൃതി ഇതാദ്യമായിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. നേരത്തെ കെ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു കൃതി, ഒരു എഡിറ്റഡ് വോള്യം നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു കൃതി ഒലീവ് ബുക്സ് ആണെന്ന് തോന്നുന്നു പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പാർഷ്യൽ ഭാഗത്തിനപ്പുറത്തേക്ക് നേരിട്ട് തുർക്കിയിൽ ചെന്ന് അങ്കാറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD പഠനം നടക്കുന്ന ഘട്ടത്തിൽ തുർക്കിയിലെ ഡോക്യുമെൻസുകളെ നേരിട്ട് പരിശോധിച്ചുകൊണ്ട് അതിഗഹനമായിട്ട് അതിൻ്റെ പ്രൈമറി സോഴ്സിൽ നിന്ന് സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളുടെ ഹിസ്റ്ററി അവതരിപ്പിക്കുകയാണ് ഈ കൃതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും മലയാളത്തിന്, മലബാറിന്, കേരളത്തിന് ലഭിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു സംഭാവനയാണ് ഈ കൃതിയെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും അദ്ദേഹം മമ്പുറം മലയാളിയായിട്ട്, നമുക്കറിയാം ഈ ഒരു ഹിസ്റ്ററിയെ നമ്മൾ കാണുമ്പോൾ യമനിൽ ജനിച്ച് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മലബാറിൽ വന്ന് വിപ്ലവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മലബാറിൽ ജനിച്ച് അറബ് ലോകത്ത് പോയി വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും മമ്പുറം തങ്ങളുടെ ലോകം ഈ ഒരു സെമിനാറിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ തങ്ങന്മാർ ക്രിയേറ്റ് ചെയ്ത ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഇവിടെ ഓപ്പണായിട്ട് വന്നിരിക്കുകയാണ്. കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ അസാധാരണമായ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടും അസാമാന്യമായ ജനസ്വാധീനം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു സാന്നിധ്യം തന്നെയായിരുന്നു ശരിക്കും മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. 18-19 നൂറ്റാണ്ട് കാലത്ത് കേരളത്തിൻ്റെ മതസാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം. അതോടൊപ്പം തന്നെ ഒരു വലിയ സൂഫി, ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിലാണ് നമ്മൾ തങ്ങളെ തിരിച്ചറിയുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ആശാകേന്ദ്രമായിരുന്ന തങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയലിസവും അതോടൊപ്പം ഇവിടുത്തെ സവർണ ജന്മിത്വവും വാണരുളിയ കാലത്ത് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഒരസ്തിത്വത്തിനുള്ള വേദി ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് തങ്ങളുടെ ഏറ്റവും വിദഗ്ധനാക്കുന്നത്. അപ്പോൾ മമ്പുറം തങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും 1700-800 കാലഘട്ടത്തിലെ ഇവിടുത്തെ മത സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന്നത്തെ ഒരു മതരംഗം എന്തായിരുന്നു, മമ്പുറം തങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു മതപരിസരം എന്തായിരുന്നു, ഇവിടുത്തെ ജനങ്ങൾ ആരായിരുന്നു, ഇവിടുത്തെ സാമൂഹിക അവസ്ഥകൾ എന്തായിരുന്നു, ഇവിടുത്തെ ജാതീയ വ്യവസ്ഥകൾ എത്രമാത്രം സമൂഹത്തെ അത് ബാധിച്ചിരുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഇവിടുത്തെ ആൻറ്റി കൊളോണിയൽ ഉദ്യമങ്ങൾ അത് എത്രമാത്രം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ജന്മിക്കുടിയാൻ പരിസരങ്ങളുടെ അതിൻ്റെ ദാരുണമായ ദുരന്തപൂർണമായ അവസ്ഥകൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ തസൗഫ് ആത്മീയത, ഇവിടുത്തെ പണ്ഡിതന്മാർ, അതിലൊക്കെ അപ്പുറം ഇവിടുത്തെ ഒരു സെറ്റിൽമെൻറ്റ് എന്തായിരുന്നു. നമുക്കറിയാം മാപ്പിളമാരുടെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് ഒരുപക്ഷെ 16 നൂറ്റാണ്ട് വരെ കോസ്റ്റൽ ബെൽറ്റിലാണ് മാപ്പിളമാരുടെ വർദ്ധിച്ച സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നത്. കാരണം അറബ്സുമായിട്ടുള്ള നിരന്തര കച്ചവട ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റൽ ബെൽറ്റിലാണ് പോർച്ചുഗീസുകാർ വരികയും നിരന്തരമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുകയും ചെയ്യുകയും അറബ്സിൻ്റെ വരവ് ഇവിടെ നിലക്കുകയും ചെയ്യുമ്പോഴാണ് മാപ്പിളമാർ ഇൻലാൻഡിലേക്ക് അവരുടെ സെറ്റിൽമെൻറ്റ് മാറ്റുന്നത്. ശരിക്കും ഒരു 16-ാം നൂറ്റാണ്ടിന് ശേഷം അത് 17-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കാണ് ഇൻലാൻഡിലേക്ക് ഉൾപ്രദേശങ്ങളിലെ മാപ്പിള അധിവാസം വളരെ സജീവമായിട്ടുണ്ടാകുന്നത്. അതുവരെ നമുക്കറിയാം ഒരു 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ അറബ്സുമായിട്ട് നിരന്തരമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോഡ്സുകളായിരുന്നു മാപ്പിളമാർ. അവർക്ക് വലിയ സാമ്പത്തികമായിട്ട് മുൻപന്തിയിലുള്ളവരാണ്. പോർച്ചുഗീസുകാർ വന്ന് സർവ്വതും തകർത്തപ്പോൾ അതിനെ തുടർന്ന് അവർ ഇൻലാൻഡിലേക്ക് വന്നപ്പോൾ അവർ ലാൻഡ്ലെസ് പീപ്പിളായിട്ട് വരികയാണ്. അവിടെയാണ് ജന്മിക്കുടിയാൻ പരിസരത്തിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത്. ഏതായിരുന്നാലും ഈ ഒരു പരിസരത്തിൽ മമ്പുറം തങ്ങളെ കൃത്യമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് ആരായിരുന്നു മമ്പുറം തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹികമായ മതപരമായിട്ടുള്ള അവിടെ ഈ ഒരു നാട്ടിൽ, മലബാറിൽ, കേരളത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ആഴത്തിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശരിക്കും മമ്പുറം തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഒരു കാലം, അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം, മതപരമായിട്ടുള്ള ഒരു വർത്തമാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം 753-ലാണ് മമ്പുറം തങ്ങൾ ജനിക്കുന്നത്. പിതാവ് മുഹമ്മദ് ബിൻ സഹിൽ മൗലദവിയിലെയാണ്. പഠനവും അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും കഴിഞ്ഞതിന് ശേഷം 17-ാമത്തെ വയസ്സിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. 17-ാമത്തെ വയസ്സിൽ 1770-ലാണ് അദ്ദേഹം മലബാറിലേക്ക് വരുന്നത്. മലബാറിൽ വരുന്നു, കോഴിക്കോട് കപ്പലിറങ്ങുന്നു, നേരെ ഷേഖ് ജിഫ്രി അദ്ദേഹത്തെ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ഇതോടുകൂടിയിട്ട് മലബാറിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്. ഹളറമി സാദാസിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഒരു യുഗത്തിൻ്റെ ആരംഭം കൂടിയാണ്. നമുക്കറിയാം
നേരത്തെ തന്നെ കേരളത്തിലെ ഇസ്ലാമികമായ ഒരു പൈതൃകവും ചരിത്രവും നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യകാലം അറബ് കച്ചവടവുമായിട്ടുള്ള അതിലൂടെ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ഒരു സൂഫി ബന്ധത്തിലൂടെ ഇവിടെ സജീവമാകുന്നു. അലിയുൽ കൂഫിയെ പോലെ, ഉമർ സുഹ്റവർദിയെ പോലെ, അതോടൊപ്പം ഖാദിരി, ഷാദുലി, നഖ്ശബന്ദി, സുഹ്റവർദി ത്വരീഖത്തുകളൊക്കെ 1400 വരെ മലബാറിൻ്റെ പരിസരത്തിൽ സജീവമായിട്ടുണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ഇസ്ലാമികമായ ഗതി പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ വിവിധ ഘട്ടങ്ങളിലുള്ള വിവിധ പ്രവിശ്യകളിലുള്ള കാളിമാരെ കേന്ദ്രീകരിച്ച് സജീവമായിട്ട് കോഴിക്കോട് കാളിമാർ, വളപ്പട്ടൻ കാളിമാർ, മംഗലാപുരം കാളിമാർ, പിന്നീട് നമ്മൾ വളരെ സജീവമായിട്ട് ഹിസ്റ്ററിയിൽ കാണുന്നത് മഖ്ദൂമുമാരുടെ സജീവമായൊരു ആഗമനമാണ്. അവർ മലബാറിൻ്റെ കേരളത്തിൻ്റെ വൈജ്ഞാനികമായ മേഖലയിൽ, മതപരമായിട്ടുള്ള മേഖലകൾ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ തുടർന്ന് മലബാറിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരതുമ്പോൾ ഈ ഹദ്റമി സാദാത്തിൻ്റെ ഒരു സജീവമായ സാന്നിധ്യം അവിടെയാണ് ശരിക്കും മമ്പ്രന്തങ്ങളെ ചരിത്രമായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. എവിടെ മുതലാണ് ഹിസ്റ്ററിയിൽ ഹദ്റമി സാദാത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ മലബാർ ആരംഭിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഹിസ്റ്ററിയെ നമ്മൾ പരതുമ്പോൾ ഇന്ത്യയിൽ 1600-കളിൽ തന്നെ ഹദ്റമി സയ്യിദ്സിൻ്റെ നിരന്തരമായ കോണ്ടാക്റ്റ് ഗുജറാത്ത് പോലെയുള്ള ഭാഗങ്ങളുമായിട്ട് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം പല തങ്ങന്മാരുടെയും വേരുകൾ പോകുന്നത് സൂറത്തിലേക്കാണ്. നമുക്കറിയാം ഇന്നും അറിയാവുന്ന വെളിയങ്കോട് ഭാഗത്ത് പോയാൽ സൂറത്തിലെ തങ്ങന്മാരെന്ന് പറയുന്ന ഐദ്രൂസി തങ്ങന്മാരുടെ വലിയൊരു മക്ബറ തന്നെയുണ്ട് അവിടെ. കാരണം ആ ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന് സെറ്റിലായവരായിരുന്നു. ആദ്യമായിട്ട് സയ്യിദ്സ് ഇവിടെ വരുന്നത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലാകണം. ഈ പ്രത്യേകിച്ച് സൂറത്ത്, അഹമ്മദാബാദ്, ഗുജറാത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവർ വന്ന് സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ലഭ്യമായ ഹിസ്റ്ററി അനുസരിച്ച് നമ്മൾ പരതുമ്പോൾ ആദ്യമായിട്ട് മലബാറിലേക്ക് ആദ്യത്തെ സയ്യിദ് ഫാമിലിയിൽ നിന്നിട്ട് ആദ്യത്തെ മെമ്പർ വരുന്നത് 1701-ലാണ്. ഒരുപക്ഷെ യമനി പണ്ഡിതന്മാരുമായിട്ട് നേരത്തെ തന്നെ നമുക്ക് മലബാറിന് നിരന്തരമായ ബന്ധമുണ്ട്. നമുക്കറിയാം താനൂരിലെ പള്ളിയിൽ ഒരു ഒരു ഹദ്റമി ആലിം ദീർഘകാലം അധ്യാപനം നടത്തിയൊരു ഹിസ്റ്ററി അവിടെ നിന്ന് ലഭ്യമായ ഒരു മാനുസ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട്. 1200-കളിൽ അവിടെ നടന്ന താനൂരിൽ നടന്ന വലിയ കുളങ്ങര പള്ളിയിൽ നടന്ന ദർസിൽ അധ്യാപകനായിട്ട് ഒരു ഹദ്റമി ആലിമിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഹദ്റമി തങ്ങന്മാർ മലബാറിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ലഭ്യമായ സോഴ്സ് വെച്ച് പരിശോധിക്കുമ്പോൾ 1701-ലാണ്. വലിയ സീതി കോയ തങ്ങളെന്ന് ഇന്നും നമുക്ക് കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബിൻ ഹാമിദ് എന്ന് പറയുന്ന ഈ തെരീമിലെ വഹ്ത്ത് എന്ന് പറയുന്ന ഹദർമൗത്തിലെ വഹ്ത്ത് എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് വന്ന ആ ഒരു സയ്യിദാണ് ആദ്യമായിട്ട് മലബാറിലെത്തുന്നത് 1701-ൽ. എന്നാൽ ഇതിനെ തുടർന്ന് 1703-ൽ സയ്യിദ് അബ്ദുറഹ്മാൻ ലൈദ്രൂസി, രണ്ടാമത്തെ എത്തുന്നത് ഐദ്രൂസി കബീലയിൽപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ലൈദ്രൂസിയാണ്. നമുക്കറിയാം പൊന്നാനിയിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ മക്ബറയുണ്ട്. ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ലൈദ്രൂസി ആദ്യമായി മലബാറിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പോകുന്നത് കൊയിലാണ്ടിയിൽ പോയിട്ട് ഈ സൂഫി വര്യനായ ഈ മുഹമ്മദ് ബിൻ ഹാമിദ് എന്ന് പറയുന്ന വലിയ സീതി കോയ തങ്ങളെ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അദ്ദേഹത്തിൻ്റെ ശിക്ഷണം നേടിക്കൊടുത്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ലൈദ്രൂസി കടന്നു വരുന്നത്. ചരിത്രം നമുക്കറിയാം. അതിൻ്റെ ഒരു ലിങ്ക് ഈ ഇത്തരം സൂഫികൾ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ആ സൂഫിസത്തിൻ്റെ ആ ഒരു കണക്ഷൻ നിലനിർത്തിക്കൊണ്ടാണ് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ കടന്നു വരുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ലൈദ്രൂസി കടന്നു വരുന്നതും നേരത്തെ വന്ന ഈ സൂഫി പണ്ഡിതൻ്റെ ആ ഒരു ധാരയിലാണ്. മാത്രവുമല്ല പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് 1746-ൽ ഷേഖ് ജിഫ്രി തങ്ങൾ, മമ്പ്രം തങ്ങളുടെ കബീലയിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി ഷേഖ് ജിഫ്രി തങ്ങൾ കടന്നു വരുന്നതാണ്. അദ്ദേഹം കടന്നു വരുന്നത് കൊയിലാണ്ടിയിൽ കപ്പലിറങ്ങുന്നുണ്ട്. നമുക്കറിയാം പിന്നീട് അദ്ദേഹത്തെ അന്നത്തെ സാമൂതിരി വലിയ നിലയിൽ ആദരിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ നാം നേരത്തെ പറഞ്ഞ ആദ്യമായിട്ട് മലബാറിലെത്തിയ സയ്യിദ് വലിയ സീതി കോയത്തങ്ങളുമായിട്ട് വലിയ ആത്മീയ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിന് വേണ്ടിയാണ്, ഒരർത്ഥത്തിൽ ശിഷ്യത്വം നേടാൻ കൂടി വേണ്ടിയാണ് ഷേഖ് ജിഫ്രി തങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നത്. ഏതായിരുന്നാലും ഷേഖ് ജിഫ്രി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിശാലമായൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം 1700-കളിൽ 1746-ൽ ഇവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള അവിടുത്തെ സാമൂഹികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സലഫി പ്രസ്ഥാനമൊക്കെ അല്ലെ വഹാബി സംവിധാനം, വഹാബി ചിന്തകൾ അറബ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മലബാറിൽ നിന്ന് അതിന് കൗണ്ടറായിട്ട് രചനകൾ ഉണ്ടാകുകയും പോലും ചെയ്ത ഒരു സ്കോളറായിട്ടാണ് നമ്മൾ സയ്യിദ് ഷേഖ് ജിഫ്രി തങ്ങളെ കാണുന്നത്. അതോടൊപ്പം തന്നെ മലബാറിൽ നിന്ന് ഷിയാപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഷേഖ് ജിഫ്രി മലബാറിലെത്തിയതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ തന്നെ ക്ഷണപ്രകാരമാണ് 1757 ഹസൻ ജിഫ്രി തങ്ങൾ, നമുക്ക് മമ്പ്രതങ്ങളോടൊപ്പം തന്നെ അന്ത്യവിഷമം കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള അമ്മാവൻ കൂടിയായ, തൻ്റെ ഉമ്മയുടെ സഹോദരൻ കൂടിയായ ഹസൻ ജിഫ്രി തങ്ങൾ ഇവിടെ എത്തുന്നത്. ഹസൻ ജിഫ്രി തങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂഫി സ്കോളറുമായിട്ട്, കൊയിലാണ്ടിയിലെ ആദ്യം വന്ന സൂഫി സ്കോളറുമായിട്ട് ആത്മീയ ബന്ധമുണ്ടാകുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് വന്നതിന് ശേഷം കൊയിലാണ്ടിയിൽ നിന്ന് പിന്നീട് കുറ്റിച്ചിറയിലേക്ക് വരുന്നു. പിന്നീട് പൊന്നാനിയിൽ പോയിട്ട് നേരത്തെ ഇവിടെ എത്തിയ അബ്ദുറഹ്മാൻ ഐദ്രൂസിയുമായിട്ട് ആത്മീയമായ ബന്ധം സ്ഥാപിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം തിരൂരങ്ങാടിയിൽ വരുന്നത്. അവിടെ ഒരു ലീഡറുടെ നീഡ് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങൾ ഈ നാട്ടിലെത്തുന്നതോടുകൂടിയാണ് മമ്പുറത്തിൻ്റെ ആ ഒരു പ്രഭാവം ആരംഭിക്കുന്നത്. പിന്നീട് 1770 അദ്ദേഹം ഇവിടെ വന്നു താമസിക്കുന്നു. ഇവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു, അതിൽ കുട്ടികൾ പിറക്കുന്നു. അതിനുശേഷം മരിച്ചതിന് ശേഷമാണ്, അദ്ദേഹം മരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് 1770 മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തുന്നത്. ഈ ഒരു ലാൻഡിൽ, ഈ ഒരു ഭൂമിയിൽ അദ്ദേഹം എത്തിപ്പെടുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം വരുന്നു, 17 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇവിടെ എത്തുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ആദ്യത്തിൽ ചില പണ്ഡിതന്മാർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഉമർ ഖാദിയെ പോലെയുള്ള ആളുകൾക്ക് പോലും. പക്ഷേ അതൊക്കെ ഇവരുടെ ഒരു ആത്മീയമായ പ്രഭാവം കൊണ്ട് അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തെ മഹാനായ സയ്യിദ് അലവി തങ്ങളെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ തങ്ങളുടെ ഒരു ആത്മീയ ഗുരുവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അന്ന് കോഴിക്കോട് ഖാദിയായിരുന്ന മൊഹീദ്ദീൻ ബിൻ അബ്ദുസലാം, തിരൂരങ്ങാടിയിലെ ജമാലുദ്ദീൻ മഖ്ദൂമി, വെളിയങ്കോട് ഉമർ ഖാദി പോലെയുള്ള മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വളരെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഖാദിമാരൊക്കെ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ തങ്ങളുടെ ലീഡറായിട്ട് അംഗീകരിക്കുന്നതാണ്. എല്ലാവരുടെയും ഒരു അംഗീകാരം. അതോടുകൂടി തിരൂരങ്ങാടി വലിയ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. മമ്പുറം തങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ ഹസൻ ജിഫ്രി തങ്ങളുടെ മകളെ വിവാഹം കഴിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബജീവിതം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മമ്പുറം തങ്ങൾ നമുക്കറിയാം 4 വിവാഹങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഈ 5 സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുള്ള മകൾ ഷെരീഫ കുഞ്ഞു ബീവിയിലൂടെയും അദ്ദേഹത്തിൻ്റെ ഏകമകനായ സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങളിലൂടെയും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നിലയുന്നത് എന്നുള്ളതാണ്. മറ്റുള്ള സന്താനങ്ങളിലൊന്നും അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. ഒന്ന് തൻ്റെ മകളിലൂടെയുള്ള, അതാണ് പിന്നീട് കേരളത്തിലെ ഇവിടുത്തെ ഈ മമ്പുറം തങ്ങളുടെ ഇന്നത്തെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ജിഫ്രി കബീലയിൽ ജിഫ്രി കുടുംബമായിട്ട് നമ്മളിന്ന് കാണുന്നത്. മറ്റൊന്ന് സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങളുടെയുള്ള കുടുംബമാണ്. അവർ ബ്രിട്ടീഷുകാർ നാട് കടത്തിയപ്പോൾ പൂർണ്ണമായിട്ടും അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. മമ്പുറം തങ്ങളുടെ മക്കളെപ്പോലും നമ്മൾ ഒരുപക്ഷെ മമ്പുറം തങ്ങൾമാരുടെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് ഷെയ്ഖ് ജിഫ്രിയെയും ഹസൻ ജിഫ്രിയെയും അതുപോലെ തന്നെ മമ്പുറം തങ്ങളെയും സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങളെയും, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇവിടേക്ക് വന്ന 3 തങ്ങന്മാരെ കുറിച്ചാണ്. പക്ഷേ മമ്പുറം തങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പലരും, ഇവരല്ലാത്ത പലരും മലബാറിൽ വന്നിട്ടുണ്ട്, ഇവിടെ സെറ്റിലായിട്ടുണ്ട്. മമ്പുറം തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തവരധികവും അവർ മമ്പുറം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, യമനിൽ നിന്നോ അല്ലെങ്കിൽ അവർ പിന്നീട് മാറി താമസിച്ച മക്കയിൽ നിന്നോ ഹിജാസിൽ നിന്നോ ഇവിടേക്ക് വന്ന് താമസിച്ചവരാണ്. നമുക്കറിയാം മമ്പുറം തങ്ങളുടെ ആദ്യത്തെ ഭാര്യയിൽ നിന്ന് ഉണ്ടായ ഷെരീഫ കുഞ്ഞു ബീവി, ഈ ഷെരീഫ കുഞ്ഞു ബീവിയുടെ ഭർത്താവ് ഹസൻ ജിഫ്രിയുടെ സഹോദരപുത്രൻ സയ്യിദ് അലവി തങ്ങളാണ്. മമ്പുറം തങ്ങളുടെ ആദ്യത്തെ മകളെ വിവാഹം കഴിക്കുന്നത് സയ്യിദ് അലവി തങ്ങൾ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളും അവിടെ നിന്ന് വരികയാണ്. അവിടെ നിന്ന് വന്ന് വിവാഹം ചെയ്യിക്കുമ്പോൾ, അപ്പോൾ മമ്പുറം തങ്ങളുടെ മകൾ വിവാഹം ചെയ്യിക്കുന്നു എന്ന് വന്നപ്പോൾ മലബാറിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തെ പുതിയാപ്പിളക്കോയ തങ്ങൾ എന്നാണ് വിളിച്ചത്. മമ്പുറം തങ്ങളുടെ പുതിയാപ്പിളയായപ്പോൾ പുതിയാപ്പിളക്കോയ തങ്ങൾ, സയ്യിദ് അലവി തങ്ങൾ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിസരം പ്രധാനമായിട്ടും ഈ മമ്പുറത്തും കോഴിക്കോടുമാണ് ഉണ്ടാകുന്നത്. കോഴിക്കോട് മുസ്ലിങ്ങളുടെ ഹിസ്റ്ററിയിൽ വലിയ ഒരു സ്വാധീനം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെയാണ് മരിക്കുന്നതും. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഖബറും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മമ്പുറം തങ്ങൾ ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് ഇൻലാൻഡിലേക്ക്, ഉൾപ്രദേശങ്ങളിൽ മാപ്പിളമാരുടെ സജീവമായ ഒരു മാറ്റം, അവരുടെ ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് തങ്ങൾ വരുന്നത്. തങ്ങൾ വന്നതോട് കൂടിയിട്ട് വലിയ അർത്ഥത്തിൽ ഏറനാടിൻ്റെ ഉൾഭാഗങ്ങളിൽ, വള്ളുവനാടിൻ്റെ ഉൾഭാഗങ്ങളിൽ മാപ്പിളമാർ വന്ന് സെറ്റിലാവുന്നത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഈ കടലുണ്ടിപ്പുഴയായിരുന്നു പ്രധാനമായിട്ടും ഉൾപ്രദേശങ്ങളിലേക്കുള്ള മാപ്പിള സഞ്ചാരങ്ങൾക്ക് ഏറ്റവും വലിയ വേദിയായിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. മാത്രമല്ല അന്ന് പോപ്പുലേഷൻ, ഈ ഏരിയകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ തന്നെ തിരൂരങ്ങാടി ഹിസ്റ്ററിയിൽ അതിന് വലിയ പാരമ്പര്യമുണ്ട്. നേരത്തെ തന്നെ മഖ്ദൂമുമാരുടെ അവരുടെ ഖാദി പാരമ്പര്യത്തിൻ്റെ പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ വരുന്നതും മമ്പ്രം തങ്ങൾ ഇവിടുത്തെ വലിയൊരു ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരുന്നതും. നേരത്തെ ശിവദാസൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ജന്മിത്വത്തിൻ്റെ കുടിയാൻ വ്യവസ്ഥയുടെ വളരെ മലീമസമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായിരുന്നാലും ഈ ഒരു പരിസരത്തിലാണ് മമ്പ്രം തങ്ങൾ തൻ്റെ ഒരു പരിഷ്കരണ ചിന്തയോട്, സാമൂഹികമായിട്ടുള്ള ഒരു റിഫോർമേഷൻ്റെ ചിന്തയോടുകൂടി സജീവമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നത്. ഏറനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ നേരിട്ട് സഞ്ചരിക്കുന്ന ഒരു മമ്പ്രം തങ്ങൾ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറനാടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ തങ്ങൾ നേരിട്ട് സഞ്ചരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ തങ്ങൾ നേരിട്ട് നോക്കിക്കാണുകയാണ്. 1770, 80, 90 കാലഘട്ടങ്ങളിൽ 1700 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ തങ്ങൾ ഈ ഏറനാട്ടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ നേരിട്ട് സഞ്ചരിക്കുന്നു. മുസ്ലിം ജീവിതങ്ങൾ, ഇവിടുത്തെ മറ്റു മതജാതികളുടെ ജീവിതങ്ങൾ അദ്ദേഹം നേരിട്ട് അനുഭവിക്കുകയാണ്. അതിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളും അദ്ദേഹം ഡയറക്റ്റായിട്ട് അദ്ദേഹം പഠിച്ചെടുക്കുന്നു. അതേസമയം തന്നെ മുഖം നോക്കാതെ ഇവിടുത്തെ എല്ലാവരെയും തിരുത്താനും അവരെ സത്യമായ വഴിയിലേക്ക് ക്ഷണിക്കാനും അദ്ദേഹം തയ്യാറാകുന്നു. ഇവിടുത്തെ കള്ളുകുടി, ചൂതുകളി, അതുപോലെ തന്നെ ചീട്ടുകളി പോലെയുള്ള ആളുകൾക്കിടയിൽ നിറഞ്ഞിരുന്ന എവിൽസിനെ അദ്ദേഹം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മമ്പ്രം തങ്ങൾ ഇവിടെ സമൂഹത്തിൽ എങ്ങനെ ഒരു സാമൂഹിക ഉത്ഥാനമുണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള സഞ്ചാരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം ആദ്യമായിട്ട് നാടുകളിൽ സാമൂഹിക നേതൃത്വത്തെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. തങ്ങൾ ഓരോ നാട്ടിലേക്ക് പോകും, ആ നാട്ടിലെ പ്രമാണിമാരെ കാണും. അവരെന്തോ തെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ അവരെ സംസ്കരിക്കും, അവരെ തിരുത്തും. ഓരോ നാടുകളിൽ ഒരു സോഷ്യൽ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് തങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം. രണ്ടാമതായിട്ട് ആ ഒരു മതബോധമുള്ള അണികളെ രൂപീകരിച്ചു എന്നുള്ളതാണ് സെയ്ദ് അലവി തങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത്. മതബോധമുള്ള അണികളെ ഓരോ നാടും ഉണരുകയാണ്. പിന്നീട് അദ്ദേഹം ഓരോ ഏരിയകളിലും മലബാറിൽ 50-ഓളം പള്ളികൾ രൂപീകരിച്ചു. ഓരോ പോക്കറ്റുകളിൽ പോയിട്ട് പള്ളികളുണ്ടാക്കി. നേരിട്ട് ഉണ്ടായിരുന്ന പള്ളികളെ അതിനെ റിനോവേഷൻ നടത്തി. മൂന്നാമതായിട്ട് മമ്പ്രം സെയ്ദ് അലവി തങ്ങൾ ഈ ഓരോ ഏരിയകളിലേക്കും മതനേതൃത്വത്തെ അവിടേക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. മതനേതൃത്വത്തെ നമുക്കറിയാം, മലബാറിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും ഇപ്പോഴും അവിടെ മമ്പ്രം തങ്ങൾ നിയമിച്ച കാദിമാരാണ്. പൊന്മുണ്ടമടക്കം മമ്പ്രം തങ്ങന്മാർ നിയമിച്ച കാദിമാരുടെ ട്രഡീഷൻ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റും. മൂന്നാമതായിട്ട് തങ്ങൾ ഓരോ ഏരിയകളിലേക്കും മതനേതൃത്വത്തെ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നിയമിച്ചു കൊടുക്കുന്നു. ഒരുപാട് കാദിമാരെ, ഇമാമുമാരെ, അധ്യാപകരെ മമ്പ്രം തങ്ങൾ നിയമിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം ഇത് മതപരമായിട്ട് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു രൂപീകരണം സെയ്ദ് അലവി തങ്ങൾ രൂപീകരിക്കുന്നതോടൊപ്പം, നേതൃത്വം നൽകുന്നതോടൊപ്പം അതിൻ്റെ മറുപക്ഷത്ത് ഇവിടുത്തെ മതജാതി ഭേദമന്യേ, പ്രത്യേകിച്ച് ദളിത് ജനവിഭാഗങ്ങളൊക്കെ തങ്ങളെ നിരന്തരമായിട്ട് സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അധസ്ഥിത ദളിത് വിഭാഗങ്ങൾക്ക് മനുഷ്യത്വ പരിഗണന നൽകി എന്നുള്ളതാണ് തങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നത്. കാരണം ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് മനുഷ്യൻ എന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല. അവരെ തങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു ചെവിയായിട്ട് മമ്പ്രം തങ്ങൾ ഇവിടെ നിന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു. അവരെ സ്വന്തം ജോലിക്ക് പോലും വിളിച്ചു. ദളിതനെ അവരെ അടുപ്പിക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ മമ്പ്രം തങ്ങൾ അവരുടെ പള്ളി നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങൾക്ക് ദളിതനെ ജോലിക്ക് വിളിക്കുന്നു. അവർക്ക് ഞങ്ങളും മനുഷ്യരാണ് എന്നുള്ള ഒരു തോന്നൽ ഇതോടെ മമ്പ്രം തങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുകയാണ്. അവരെ ചേർത്ത് പിടിക്കുക വഴി ഇവിടെ ജാതീയ മേൽക്കോയ്മ ഉണ്ടാക്കി വെച്ച ആ ഒരു വിവേചനത്തിൻ്റെ കൊട്ടാരത്തെ തന്നെ മമ്പ്രം തങ്ങൾ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം. അതോടൊപ്പം ജന്മികളെ തങ്ങളുടെ സുഹൃത്തുക്കളാക്കി വെച്ചു. കപ്പാട്ടി കൃഷ്ണൻ പണിക്കർ അടക്കം കോന്തു നായർ പോലെയുള്ള ആളുകൾ തങ്ങളുടെ സ്വന്തക്കാരായി. ഇതോടുകൂടിയിട്ട് ഇവിടെ ജാതീയമായിട്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന സർവ്വ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ആ ഒരു സൗഹൃദത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ മമ്പ്രം തങ്ങളുടെ ഒരു പ്രഭാവം സമൂഹത്തിൽ രൂപീകരിക്കപ്പെട്ടു. മാത്രമല്ല പലർക്കും ഇതോടെ മമ്പ്രം തങ്ങൾ ഈ ദളിതരുടെ ഒരു രക്ഷകനായി വരികയാണ്. തങ്ങളുടെ തമ്പ്രാനായിട്ട് അവർ മമ്പ്രം തങ്ങളെ തിരിച്ചറിഞ്ഞു. അവർ മമ്പുറത്തേക്ക് ഒഴുകി വന്നു. രോഗം മുതൽ കുടുംബ പ്രശ്നങ്ങൾ വരെ മമ്പുറത്ത് വന്ന് പറയാൻ തുടങ്ങി. മാത്രമല്ല പലർക്കും തങ്ങൾ പല വരവും അതുപോലെ തന്നെ അനുഗ്രഹവും നൽകി. നമുക്കറിയാം, തേപ്പിൻ്റെ ജോലിക്കാരായിരുന്ന വിൽക്കുറുപ്പന്മാർ, അതോടൊപ്പം തന്നെ അവരിലെ നേതാവായിരുന്ന കോമൻ കുറുപ്പിനൊക്കെ തങ്ങളൊരു ഏലസ് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ കാണാം, ഒരു നൂറ്റാണ്ട് കാലം അവർ ഈ ഏലസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവർക്കിത് വലിയൊരു അഭിവൃദ്ധി തങ്ങളുടെ സമൂഹത്തിൽ നൽകിയതായിട്ട് അവർ
പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടുത്തെ സാമൂഹികമായിട്ട് വലിയൊരു പരിവർത്തനം തന്നെ അവർ കൊണ്ടുവരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഹിസ്റ്ററിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് 1800 മുതൽ 1850 വരെ അല്ലെങ്കിൽ 900 വരെയുള്ളൊരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഈ പ്രദേശങ്ങൾ വലിയ അർത്ഥത്തിലുള്ള കൺവേർഷനുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് മനുഷ്യത്വ പരിഗണന ലഭിച്ച അവർ സ്വയം മതം മാറി ഈ മമ്പൃന്തങ്ങളോടൊപ്പം ചേരുന്നത് തന്നെ ഹിസ്റ്ററിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സെയ്ദ് ഫضل പൂക്കോയ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഇത്തരം സാമൂഹികമായ ദുരന്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് മുന്നിൽ നടന്ന ആളാണ്. എത്രത്തോളം ഞാൻ ചുരുക്കി പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ജന്മികൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ആചാരം നിർത്തിവെക്കണമെന്ന്. ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ട ആളുകൾ സ്വയം മുസ്ലിങ്ങളായിട്ട് വന്നു. പക്ഷെ മുസ്ലിങ്ങളായപ്പോഴേക്കും ജന്മികൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ വീണ്ടും അവരെ തൊഴിലടിക്കാൻ ശ്രമിക്കുകയും ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെടുകയും ചെയ്തപ്പോൾ സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി നിങ്ങൾ മുസ്ലിമായി വരുന്നതോടെ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു ഇസ്സത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു ഇസ്സത്താണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ജന്മികൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ജീവിക്കേണ്ട കാര്യമില്ല. മാത്രം അദ്ദേഹം പറഞ്ഞു, ജന്മികളുടെ ഉച്ഛിഷ്ടം ഇനി മുതൽ നിങ്ങൾ ഭുജിക്കരുത്. ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു ഇസ്സത്താണ്. അതുകൊണ്ട് ഇവിടെ സഹവർത്തിത്വം ഉണ്ടാവണം. നിങ്ങൾ അവരും ഒരുപോലെയാണ്. അദ്ദേഹം പറഞ്ഞു, ജന്മികളെ ദൈവതുല്യമായിട്ട് നിങ്ങൾ ഒരിക്കലും അഭിസംബോധന ചെയ്യരുത്. തമ്പ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള അഭിസംബോധനയൊന്നും പാടില്ല. കാരണം അവരും സൃഷ്ടികളാണ്, അവർ ദൈവങ്ങളല്ല. അതുകൊണ്ട് ആ സഹവർത്തിത്വത്തിൻ്റെ ചിന്തയുണ്ടാകണം. അതുപോലെ വെള്ളിയാഴ്ച നിങ്ങൾ പാടത്ത് പണിയെടുക്കാൻ പോകരുത്. വെള്ളിയാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്കറിയാം, ചരിത്രം നമ്മൾ പരതുമ്പോൾ ശരിക്കും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും മലബാറിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു പക്ഷേ ഇവിടെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകുന്ന കാലമാണ്. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരതുമ്പോൾ ഒരുപക്ഷെ 1800-കളുടെ അവസാന ദശകങ്ങളോടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഹിസ്റ്ററിയിലേക്ക് കടന്നു വരുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ മമ്പുറം തങ്ങന്മാർ ശരിക്കും 1700-ൻ്റെ എൻഡ് മുതൽ 1800-ൻ്റെ മധ്യത്തിൽ വരെ മലബാറിൽ ഈ റിഫോമേഷൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഉത്ഥാനത്തിൻ്റെ ചിന്ത അവർ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അതിന് ശേഷമായിരുന്നു നമുക്കറിയാം ബ്രഹ്മാനന്ദ ശിവയോഗി 1929-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി 1929-ൽ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും 1800-ൻ്റെ അവസാന ദശകങ്ങളും 900-ൻ്റെ ആദ്യ ദശകങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും മദ്യനിരോധനം, വിഗ്രഹാരാധനക്കെതിരെയൊക്കെയാണ് അദ്ദേഹം വരുന്നത്. മമ്പ്രന്തങ്ങൾ അതിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ മമ്പ്രന്തങ്ങൾ അവരുടെ ചിന്തകളുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികൾ 1924-ലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന മതപരിഷ്കരണങ്ങളും പഴയ തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നുണ്ട്. സെയ്ദ് അലി തങ്ങളുടെ ചിന്തകൾ അതിനു മുമ്പേ വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെയുള്ള ഇവിടുത്തെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ നമ്മൾ പരതുമ്പോൾ ശ്രീനാരായണ ഗുരു നമുക്കറിയാം, SNDP അടക്കം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 1928-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായിട്ട് പൊരുത്തുന്നുണ്ട്. മമ്പ്രം സെയ്ദ് അലി തങ്ങൾ അതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ സെയ്ദ് ഫضل പൂക്കോയ തങ്ങളും സെയ്ദ് മമ്പ്രം തങ്ങളും ജാതീയതക്കെതിരെ വളരെ ശക്തമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അയ്യങ്കാളി 1943-ലാണ് മരിക്കുന്നത്. സാധു ജന പരിപാലന സംഘം ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ പൽപു 1950-ലാണ് മരിക്കുന്നത്. ഈഴവ സമൂഹത്തെ പരിഷ്കരിക്കുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ 1939-ലാണ് മരിക്കുന്നത്. പണ്ഡിറ്റ് കെ കുറുപ്പൻ 1938-ലാണ് മരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ 1964-ലാണ് മരിക്കുന്നത്. ആദ്യമായിട്ട് മിശ്രഭോജനം നടത്തിയെന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം. 1964-ൽ മരിക്കുന്നു. ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ 1770-80 കാലഘട്ടങ്ങളിൽ മമ്പ്രത്തിൻ്റെ മുറ്റത്ത് ഇവിടെ ഹിന്ദുവും മുസ്ലിമും സമ്മിശ്രമായിട്ട് ഭക്ഷണം കഴിച്ച ഹിസ്റ്ററി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിൻ്റെ ഈ ഒരു സോഷ്യൽ റിഫോർമേഷൻ്റെ ഹിസ്റ്ററി നമ്മൾ പരതുമ്പോൾ മമ്പ്രം തങ്ങളുടെ സജീവമായ ഈ നാടിനെ നിർമ്മിക്കുന്നതിൽ, മതപരമായിട്ടല്ല, ഈ നാടിനെ സാമൂഹികമായിട്ട് നിർമ്മിക്കുന്നതിൽ സെയ്ദ് അലവി തങ്ങളുടെ, സെയ്ദ് ഫضل പൂക്കോയ തങ്ങളുടെ ഹിസ്റ്ററിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ഇതിനെല്ലാം അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്രം ഇവിടെ സജീവമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ ഇവിടെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണമാണ് സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഒരേ സമയത്ത് നമുക്കറിയാം മൈസൂർ സുൽത്താൻമാരുടെ ഭരണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ ഭരണത്തിൻ്റെ സൗഖ്യങ്ങളെ തിരിച്ചറിഞ്ഞവരാണ് സെയ്ദ് അലവി തങ്ങൾ. അതേ സന്ദർഭത്തിൽ 1792-ൽ ബ്രിട്ടീഷ് മലബാറായി മാറുമ്പോൾ പിന്നീടുള്ള ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളും ഒരേ സമയം
മൈസൂർ സുൽത്താൻമാരുടെ അവരുടെ ഭരണത്തിൻ്റെ സൗഖ്യവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ക്രൂരതകളും ഒരേപോലെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് സെയ്ദ് അലവി തങ്ങൾ. സ്വാഭാവികമായിട്ടും തൻ്റെ അണികളുടെ മനസ്സിനനുസരിച്ച് അവരെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് മുന്നിൽ നിൽക്കാൻ സെയ്ദ് അലവി തങ്ങളെ യോഗ്യനാക്കുന്നത്, അദ്ദേഹത്തെ പരുവപ്പെടുത്തുന്നത് ഈ അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ മമ്പ്രം തങ്ങൾ എന്തു ചെയ്തു എന്ന് നോക്കുമ്പോൾ സ്കാറ്റേഡായി കിടക്കുന്ന മലബാറിലെ മാപ്പിളമാരെ ഒരു സംഘടിപ്പിച്ചു എന്നുള്ളതാണ് സെയ്ദ് അലവി തങ്ങൾ ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ മമ്പ്രം തങ്ങളെ ഇവിടെ ബ്രിട്ടീഷുകാർ 1792 ഭരണം തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ 1801 അവർ ചിന്തിക്കുന്നത് 10 വർഷത്തിന് മമ്പ്രം തങ്ങളെ നാട് കടത്താനാണ്. 1801 മമ്പ്രം തങ്ങളെ നാട് കടത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നുണ്ട്. സ്കാറ്റേഡായി കിടന്ന മാപ്പിളമാരെ സംഘടിപ്പിച്ചപ്പോൾ ഇത്തരത്തിലൊരു ലീഡർ ഈ നാടിന് അപകടമാണ് എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിയുന്നു. 1817 അദ്ദേഹത്തെ വീണ്ടും നാട് കടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം കേരളത്തിൽ ഒരു കരിഷ്മാറ്റിക് ഫിഗറായിട്ട് വളർന്നു വന്ന സെയ്ദ് അലവി തങ്ങളെ നാട് കടത്തുമ്പോൾ അത് ഈ നാട് തന്നെ തങ്ങളുടെ ഭരണത്തിന് ആപത്ത് വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അന്ന് അവർ പിന്നോട്ട് വരുന്നത്. ഈ ഒരു ചിന്തയാണ് പിന്നീട് 1852 സെയ്ദ് ഫضل പൂക്കോയ തങ്ങളെ നാട് കടത്തുന്നതിൽ അവർ എത്തിപ്പെടുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സർവ്വ ചിന്തകൾക്കും സെയ്ദ് അലവി തങ്ങൾക്ക് ഊർജം പകർന്നിരുന്നത് സെയ്ദ് അലവി തങ്ങളുടെ തസവൂഫാണ്. സെയ്ദ് അലവി തങ്ങളുടെ തസവൂഫാണ്. ആരാണ് സെയ്ദ് അലവി തങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സയ്യിദാണ്, സൂഫിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുപടി. പൊതു ഹിസ്റ്ററിയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു തലം എന്ന് പറയുന്നത് സെയ്ദ് അലവി തങ്ങൾ ഒരു പോരാളിയായി മാത്രം ചുരുങ്ങിപ്പോകുന്നു. സെയ്ദ് അലവി തങ്ങൾ ഒരു പോരാളി മാത്രമായ ഹിസ്റ്ററിയാണ് ഇന്ന് മലബാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ വലിയൊരു ദുരന്തമായിരുന്നു അത്, സെയ്ദ് അലവി തങ്ങളെ ഒരു പോരാളി മാത്രമായിട്ട് ചുരുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു മാക്സിയൻ ഹിസ്റ്റോറിയോഗ്രഫിയും ഒരുപക്ഷെ അതിൽ വലിയ അർത്ഥത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പോരാട്ടത്തിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ മമ്പ്രം സെയ്ദ് അലവി തങ്ങൾ ഒരു പോരാളിയായിട്ട് മാത്രം ചുരുങ്ങിപ്പോകുന്നു. പക്ഷെ മലബാറിൻ്റെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ കൃത്യമായ ഒരു സൂഫിയായിട്ട്, ഒരു സയ്യിദായിട്ടാണ് സെയ്ദ് അലവി തങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നാട്ടിൽ 1800 മുതൽ 1850 വരെ അല്ലെങ്കിൽ 900 വരെ മലബാറിലുണ്ടായിട്ടുള്ള മതപരമായിട്ടുള്ള വലിയൊരു ഉദ്ധാനം, ഒരു വിസ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. മതപരമായിട്ട് പള്ളികൾ ഉയർന്നു വരുന്നു. ഇവിടെയുള്ള വളരെ ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ആളുകൾ പോലും വളരെ ആത്മാഭിമാനത്തോടെ മനുഷ്യൻ എന്ന പരിഗണനയിൽ ഈ നാട്ടിൽ ജീവിച്ചു തുടങ്ങും. തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പരിവർത്തനം, തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും നമ്മൾ മമ്പ്രം തങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തുബുസ്സമാൻ എന്നാണ് നമ്മൾ പറയുന്നത്. മമ്പ്രം തങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കേരളത്തിൻ്റെ പരിസരത്തിൽ നിന്ന് മാത്രം വായിക്കാൻ നമുക്ക് സാധിക്കില്ല. കുത്തുബുസ്സമാൻ എന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു സൂഫിയെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു സൂഫിയായ മഹാനായ ഉമർ ഖാദിയാണ് കുത്തുബുസ്സമാനായിട്ട് സെയ്ദ് അലവി തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് മമ്പ്രം തങ്ങൾക്ക് മലബാറിലിരുന്നു കൊണ്ട് ഒരു ഗ്ലോബൽ തലത്തിലേക്ക് ഇടപെടുന്ന ഒരു കുത്തുബുസ്സമാനെ നമ്മൾ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ശരിക്കും നമ്മൾ അന്വേഷിക്കുമ്പോൾ മമ്പ്രം തങ്ങളുടെ കറാമത്തുകളിലൂടെ നമുക്ക് ഒരു വായന നടത്തിയാൽ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. മമ്പ്രം തങ്ങൾ മലബാറിലിരുന്നു കൊണ്ട് സിലോണിലെ അല്ലെങ്കിൽ അറബ് നാടുകളിലെ, യമനിലെ, ഒമാനിലെ, കറാച്ചിയിലെ, ബംഗാളിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മമ്പ്രം തങ്ങളെ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. മമ്പ്രം തങ്ങളുടെ കറാമത്തുകൾ കേവലം ഇന്നത്തെ നമ്മളെ ഒരു ലോജിക്കിന് യോജിക്കുന്നതോ ഇല്ലോ ആ ഒരു തലത്തിൽ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു അക്കാദമികമായിട്ട് മമ്പ്രം തങ്ങളുടെ കറാമത്തുകളുടെ അതിൻ്റെ ഒരു ലൊക്കേഷൻ, അതിൻ്റെ ഒരു സ്പേസ്, അതിൻ്റെ ഒരു ടൈം, അതിൻ്റെ ഒരു പരിസരം വെച്ചുകൊണ്ട് നമ്മളൊരു പഠനം നടത്തുമ്പോൾ കൃത്യമായിട്ട് പല സംഭവങ്ങളെയും ആ അർത്ഥത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. നമുക്കറിയാം പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ നഫ്ഹത്തുൽ ജലീല എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. 100 കറാമത്തുകൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കറാമത്തുകൾക്ക് ഒരു സോഷ്യോളജിക്കൽ വായനയുണ്ട്. നമ്മളത് വെച്ചൊന്ന് അന്വേഷിക്കുമ്പോൾ പല സംഭവങ്ങളും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പല സംഭവങ്ങളും തങ്ങൾ ഇവിടെ നിന്ന് ഇടപെടുന്നത് ഒരുപക്ഷെ ഇപ്പോൾ കറാച്ചിയിലുള്ള ചില ആളുകളുമായിട്ട് തങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല സംഭവങ്ങളും ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ സെയ്ദ് അലവി തങ്ങൾ തൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, സയ്യിദ് അഹമ്മദ് ജിഫ്രി വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത് യമനിൽ ഈ മഹാനായ ഈ ജിഫ്രി കുടുംബത്തിൽപ്പെട്ട ഒരു സാത്വികൻ മരിച്ചു പോയിട്ടുണ്ട് എന്ന്. സെയ്ദ് അലവി തങ്ങൾ ഇവിടെ ജീവിക്കുമ്പോഴും പല ഏരിയകളിൽ തങ്ങളുടെ കണ്ണ് നിരന്തരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു സിലോണിലെ ഒരു സൂഫിക്ക് ഒരു കത്ത് നൽകുന്നതിന് വേണ്ടി സെയ്ദ് അലവി തങ്ങൾ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹം കത്തുമായി
ആദ്യമായിട്ട് സിലോണിലെത്തിയപ്പോൾ സെയ്ദ് അലവി തങ്ങൾ അവിടെയുണ്ട്. ആ സൂഫിയുടെ മുമ്പിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ഒരാൾ വന്നുകൊണ്ട് സെയ്ദ് അലവി തങ്ങളോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ വളരെ ദാരിദ്ര്യമുണ്ട്, എൻ്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ തങ്ങളൽപ്പം ഒരു പഞ്ചസാര നൽകിക്കൊണ്ട് ഇനി ബംഗാളിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ബംഗാളിലെത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരാൾ. അദ്ദേഹത്തിന് രോഗം പിടിപെട്ടുകൊണ്ട് വളരെ കഷ്ടപ്പാടിലാണ്. അദ്ദേഹം ഈ ഒരു ഷുഗർ, ഈ ഒരു പഞ്ചസാര നൽകുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാകുന്നു. ആവശ്യമായ പണം മൊത്തം ഇദ്ദേഹത്തിന് നൽകുന്നു. തങ്ങളുടെ ഓരോ തരത്തിൽ മലബാറിൻ്റെ പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു കച്ചവടക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് വലിയ കച്ചവട ചരക്കുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളുടെ ഹിസ്റ്ററിയിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഹിസ്റ്ററിയിൽ പോലും തങ്ങളുടെ ഒരു സാന്നിധ്യം, തങ്ങളുടെ കറാമത്തുകളുടെ ഈ അർത്ഥത്തിലുള്ളൊരു വായന തീർച്ചയായിട്ടും തങ്ങളുടെ ഒരു ആഗോള സാന്നിധ്യത്തിൻ്റെ ഹിസ്റ്ററിയെ നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും 18, 19 നൂറ്റാണ്ടുകളിലെ മലബാറിൻ്റെ ഹിസ്റ്ററിയിൽ മലബാറിനെ നിർമ്മിക്കുന്നത് കേരള ജനതയെ, കേരള മുസ്ലിങ്ങളെ മാത്രമല്ല, ഇവിടുത്തെ ജാതീയ സമൂഹങ്ങൾക്കിടയിൽ ഇവിടെ ഒരു മനുഷ്യത്വ പരിഗണനയോടെ കേരളത്തെ നിർമ്മിക്കുന്നതിൽ മമ്പ്രം തങ്ങളെ കൃത്യമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും വളരെ മനോഹരമായ ഈ ഒരു സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ഒരു 10 മിനിറ്റ് നമുക്കൊരു ഇൻട്രാക്ഷന് നിങ്ങൾക്ക് പലരും പല അക്കാദമിക മേഖലയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന പല സ്റ്റുഡൻസും ഉണ്ട്. നിങ്ങൾക്ക് ഈ നമ്മുടെ മുമ്പിലുള്ള ഗസ്റ്റുമാരുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയും. അപ്പം അതിനുവേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.